ഈ കഴിഞ്ഞ ദിവസം രാത്രി ഒരു 11:30-11:45 രണ്ട് പയ്യന്മാർ വന്നു. ഭയങ്കര ചുമയാണ്, നല്ല ചുമയാണ്. അപ്പോൾ ചുമയ്ക്ക് എന്തെങ്കിലും മരുന്ന് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ടാബ്ലറ്റ്സ് എന്തെങ്കിലും തരാം, അല്ലെങ്കിൽ നല്ല ചുമയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം. പൊതുവേ ഞാൻ അങ്ങനെ ആണ് സജസ്റ്റ് ചെയ്യാറ്. ചെറിയ ചുമയൊക്കെ ആണെങ്കിൽ നമുക്ക് നോർമൽ കഫ് സിറപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ടാബ്ലറ്റോ കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞതാണ്, അപ്പോൾ അവന്മാർ ഒരു എന്താ പറയുക ഭയങ്കര കൂളാണ് സംസാരമൊക്കെ. അത് എനിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ കൂള് വയ്ക്കും. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് അറിയത്തില്ല. ഇതെന്താണ് ഈ സംഭവം, കൂൾ എന്താണെന്നോ അത് വെച്ചിട്ട് എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ കൂള് വയ്ക്കും. കൂള് വെച്ചതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് എന്താണെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് വയ്ക്കുന്നത് അങ്ങ് നിർത്തിയാൽ പോരെ, അത് വയ്ക്കരുത്. അപ്പോൾ അയ്യോ അതെനിക്ക് പറ്റത്തില്ല, എനിക്ക് വെച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെന്ത് മറുപടി പറയണമെന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാരാണ് കേട്ടോ, ഒരു 22, 23 വയസ്സ്, 24 വയസ്സ്, അതിനകത്ത് പ്രായമുള്ള 2 പിള്ളേരാണ്. അപ്പോൾ എന്തായാലും ഒരു കൂള് അവന് വെച്ചേ പറ്റുള്ളൂ. പക്ഷെ വയ്ക്കുമ്പോൾ ഇത് നേരത്തെ തന്നെ വെക്കുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ഈ അടുത്തായിട്ടാണ് അവനൊരു ഇത് വന്നത്. ഞാൻ പറഞ്ഞു ഇതിനെനിക്ക് പ്രത്യേകിച്ച് പരിഹാരമൊന്നുമില്ല, മോൻ പോയിട്ട് ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് ഞാൻ അല്ലാതെ എന്ത് പറയാനാണ്. അപ്പോൾ ഈ ഒരു അനുഭവം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതുപോലെ തന്നെ ഒരു 27-28 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ ഒരിക്കൽ ഡോക്ടറെ കാണാൻ വന്നു. അവൻ്റെ വായിൽ ഈ ഒരു സൈഡിൽ ഇവിടുന്ന് ഇത്രയും ഒരു സൈഡിലായിട്ട് മുറിവ് വന്നിട്ട് അത് പൊറുക്കുന്നില്ല. വൂണ്ടിങ്ങനെ എത്ര മരുന്ന് വെച്ചു, പല ഡോക്ടറെയും കണ്ടു, എത്ര മരുന്ന് വെച്ചിട്ടും ഇത് അങ്ങോട്ട് ഉണങ്ങുന്നില്ല, ഇത് ഹീലാവുന്നില്ല. മീൻസ് ഇത് മുറിവായി തന്നെ വരുന്നു. അപ്പോൾ ഡോക്ടർക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നി. അവൻ്റെ പ്രായം നിങ്ങൾ നോക്കണം, 27-28 വയസ്സാണ്. അപ്പോൾ ഡോക്ടറിനൊരു ഡൗട്ട്. അപ്പോൾ ഡോക്ടർ ചോദിച്ചു നേരത്തെ എന്തെങ്കിലും ഇതുപോലെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ എന്തെങ്കിലും അങ്ങനെ വെക്കുമായിരുന്നോ? അപ്പോൾ ഈ പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് മീൻസ് എൻ്റെ ഒരു 18, 19, 20, ഒരു 24 വയസ്സ് വരെയൊക്കെ ഞാനിങ്ങനെ കൂൾ എന്ന് പറയുന്ന സംഭവം വെക്കുമായിരുന്നു അത്രേ. പക്ഷേ പിന്നെ അതൊക്കെ നിർത്തി, അത് ദോഷമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ നിർത്തി. ഇപ്പം അങ്ങനെ വർഷങ്ങളായിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്ന്. പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അവന് വന്നത് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും. സംഭവം ബയോപ്സിക്ക് അയച്ചു, അവന് ഓറൽ ക്യാൻസറാണ്. ഇത് തുറന്ന് പറയാനുള്ള കാര്യം, ഈ കഴിഞ്ഞ ദിവസം ഈ പയ്യന്മാർ വളരെ കൂളായി യാതൊരു പേടിയും ഇല്ലാതെ വന്ന് ഞാൻ കൂള് വയ്ക്കും, അത് ഇത്ര ധൈര്യത്തോടെ പറയുന്നു. ഇതൊക്കെ വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ധൈര്യം എന്താണെന്നോ നിങ്ങൾക്ക് അതിൽ കിട്ടുന്ന സുഖം എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ ചെറുപ്പക്കാരായ പിള്ളേരെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് സ്വയം ഒരു ബോധം വന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്താലും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നിങ്ങളുടെ ഏത് പ്രായത്തിലാണ് അത് വന്ന് പിടിക്കുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഈ ക്യാൻസറിന് പല സ്റ്റേജുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നോർമലൈസ് സാധാരണക്കാരെ പോലെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ക്ഷണിച്ചു വരുത്തുന്ന ക്യാൻസർ ഒന്നും ചെയ്യാൻ പറ്റില്ല. ക്ഷണിച്ചു വരുത്താതിരിക്കുക, തന്നെ വരുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ വിധി. പക്ഷെ ക്ഷണിച്ചു വരുത്താതിരുന്നൂടെ നിങ്ങൾക്ക്?